അങ്ങനെ ആ ദിവസം പിന്നെ വന്നു. എഗെയിൻ ബാക്ക് ടു വർക്ക് ലൈഫ്. കഴിഞ്ഞ ഒരു മാസം എണീക്കുമ്പം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ടായിരുന്നു എണീറ്റാനുണ്ടായിരുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. അങ്ങനെ എണീറ്റിട്ട് എന്നത്തെയും പോലെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തു. നിയർലി 1 hour ഇതിനെ പോകും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. ഞാൻ മാവ് പുറത്തുനിന്ന് വാങ്ങിക്കുക. അപ്പം എക്സ്പയറി ഡേറ്റ് ഉള്ളത് കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീരുന്ന വരെ എന്നും ദോശ തന്നെ ആയിരിക്കും. അങ്ങനെ ദോശ റെഡി. ഇനി കഴിക്കുക, റെഡിയാവാൻ നേരെ വിടാം. അങ്ങനെ പിന്നെ റെഡിയായി, ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെ ക്യാബ് എത്തി, അങ്ങനെ ഇറങ്ങി. ആക്ച്വലി നല്ല ലോങ് ഉണ്ട്, 19 kilometers എങ്ങാണ്ടാണ്. പക്ഷെ ട്രാഫിക് കൂടുമ്പം കുറച്ചുകൂടി നല്ല ടൈം എടുക്കും. ട്രാഫിക് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയിലെത്തി. അവിടെ നിന്ന് എൻട്രൻസിനൊരു ടാഗ് തന്നു, ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്യാമ്പസിൽ തന്നെ 5-6 ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് വന്ന മെയിലിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ബിൽഡിങ്ങാണെന്നുള്ളത്. അങ്ങനെ അവിടെ പോയി ബാഗ് കളക്ട് ചെയ്തു വന്നു. എൻ്റെ വർക്കിംഗ് ലൊക്കേഷൻ ആക്ച്വലി ഇവിടെയല്ല, അവരുടെ ക്ലയൻറ്റിൻ്റെ കമ്പനിയിലാണ്. അങ്ങനെ ഇനി എപ്പോൾ ഇങ്ങോട്ട് വരും എന്നറിയില്ല എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു. വെറും 19 kilometers അടുത്തത് 3 മണിക്കൂറായിരുന്നു. എത്തിയപ്പോഴത്തേക്ക് മടുത്തു പോയി. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. രാവിലെ 10:30 ഇറങ്ങിയതാണ്, വൈകുന്നേരം 5:30 എത്തിയത്.